എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം നൈസായിട്ടുള്ള ആളുകളിൽ നന്നായി പെരുമാറുന്ന വളരെ നന്മയുള്ള ആളുകൾ എന്ന് നമ്മൾ കരുതുന്ന കുറേ പേരില്ലേ, അതിലെല്ലാവരും ഒന്നും ശരിക്കും നന്മയുള്ള ആളുകളായിരിക്കില്ല. എമ്പത്തിയും കമ്പാഷനും ഒക്കെ നാച്ചുറലായിട്ടുള്ള ആളുകളുണ്ട്, അവരെപ്പോഴും കൈൻഡായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ ചില ആളുകളൊക്കെ അവർക്ക് അങ്ങനെ ആക്ട് ചെയ്യേണ്ടി വരികയാണ്, എമ്പതറ്റിക് ആയിട്ട് അവർക്ക് അഭിനയിക്കേണ്ടി വരികയാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് റിജക്ഷനാണ്. ഞാൻ നന്നായി പെരുമാറിയില്ലെങ്കിൽ, ഞാൻ ആൾക്കാരോട് നോ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ പറയുന്ന എന്തെങ്കിലും കാര്യത്തിനോട് ഡിസഗ്രിമെൻറ്റ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടമല്ലാതാവുമോ, ഈ ബന്ധം മോശമാകുമോ, അവരുമായിട്ടുള്ള ആ കണക്ഷൻ എനിക്ക് നഷ്ടപ്പെടുമോ, ആളുകൾ പിന്നെ എന്നെ ഒരു ശത്രുവായിട്ട് അവർ കണക്കാക്കുമോ എന്നൊക്കെയുള്ള ഇവരുടെ ഉള്ളിലൊരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ബന്ധം നിലനിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആളുകളായിട്ടൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ട് ഒറ്റപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ കാരണം ആൾക്കാർ എന്ത് പറഞ്ഞാലും ഓക്കെ, അത് ശരിയാണ്, ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നതൊക്കെ എഗ്രി ചെയ്യും. അതുപോലെ നമുക്ക് സമയമില്ലെങ്കിലും നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നൂറുകണക്കിന് തിരക്കുകൾ വേറെ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാവും. ഇവർക്ക് അധികം സ്നേഹമൊന്നും എവിടെ നിന്ന് കിട്ടാത്ത ആളുകളായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നന്നായി പെരുമാറി കഴിഞ്ഞാൽ, ആളുകളോട് വളരെയധികം സ്നേഹം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ പരിഗണിക്കും, നമ്മൾ സ്നേഹിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഒരുപാട് നന്മയുള്ള ആളായിട്ട് പെരുമാറാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഡിസയർ ടു ബി ലൗഡ്. പിന്നെ ചിലർക്ക് സെൽഫ് എസ്റ്റീം വളരെയധികം കുറവായിരിക്കും. അപ്പോൾ തനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് എന്നുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആളുകളൊന്നും തന്നെ വാല്യൂ ചെയ്യുന്നില്ല, ആരും താനൊരു അവിഭാജ്യ ഘടകമല്ല എവിടെയും എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പോൾ, അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ, അവരുടെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അപ്പോൾ ആളുകൾ തങ്ങളെ വിലമതിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നും. റിലേഷൻഷിപ്പിലൊക്കെ തനിക്കൊരു പ്ലേസ് കിട്ടണമെങ്കിൽ താൻ എന്തെങ്കിലുമൊക്കെ കൂടുതലായി ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നൊക്കെ ഒരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് പോകെ പോകെ ഇവർക്ക് തന്നെ പാറയാവാനുള്ള വഴിയുണ്ട്. ഇവരെ ആളുകൾ കാണാതെയാവും, ഇവർ ചെയ്യുന്ന സഹായങ്ങളെ മാത്രമായിരിക്കും ആളുകൾ കാണുന്നുണ്ടായിരിക്കുക. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ആണ്. ചെറുപ്പം തൊട്ടേ ആളുകൾ, അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും മുതിർന്നവർ, വീട്ടിലുള്ളവർ കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാലാണ് കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുക അല്ലേ, കുട്ടികളെ അഭിനന്ദിക്കും. അനുസരണയുള്ള കുട്ടികളായി വളർത്തുക എന്നുള്ളതാണ് അധികം വീട്ടിലുള്ള മുതിർന്നവരൊക്കെ അതിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കുമല്ലോ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ചീത്ത കേൾക്കേണ്ടി വരും, ദേഷ്യപ്പെടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അനുസരണയുള്ള കുട്ടിയായിട്ട്, അങ്ങനെ നല്ല കുട്ടി ഇമേജിൽ വളർന്നു വരുന്ന കുട്ടികൾ അഡൾട്ട് ആകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ആരോടെങ്കിലുമൊക്കെ ഡിസഗ്രി ചെയ്യാൻ ഇവർക്ക് പേടിയായിരിക്കും, ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവരത് ശീലിച്ചിട്ടില്ല, എല്ലാവരും പറയുന്നത് അനുസരിച്ച് വളർന്നു വന്ന കുട്ടിയാണ്. അപ്പോൾ വലുതാകുമ്പോഴും നമ്മൾ അത് തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള പാരൻസ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന വളരെയധികം അനുസരണയുള്ള കുട്ടികളല്ല നല്ലൊരു അഡൾട്ടായിട്ട് വളർന്നു വരിക. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ചെറുപ്പം തൊട്ടേ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പറയുന്ന അഭിപ്രായം നമുക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ കുട്ടികൾക്കത് അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായത്തെ നമ്മൾ വാല്യൂ ചെയ്യണം. അല്ലാതെ നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന റോബോട്ട് പോലെയുള്ള പുതിയ തലമുറയല്ല നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത്. സ്വന്തമായി അഭിപ്രായം പറയാനുള്ളത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ അവർക്ക് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം വീട്ടിൽ. അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ ചെറുപ്പം തൊട്ടേ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്. പിന്നെയുള്ള ഒരു കാരണമാണ് കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ്. ചിലരൊക്കെ ആളുകൾ വഴക്കുണ്ടാക്കുമ്പോൾ അത് വളരെ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്, അതൊന്നും കൂടി ഒന്ന് മൂപ്പിക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് പേടിയായിരിക്കും. ഇങ്ങനെ വീട്ടിലാണെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഇവർ വളരെയധികം അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ആ വഴക്കൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, ഇത് ചെറുപ്പം തൊട്ടേ ഇവരിങ്ങനെയുള്ള ട്രോമകളിൽ നിന്നൊക്കെ വളർന്നു വന്നായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അച്ഛനോ അമ്മയൊക്കെ ഭയങ്കര ടോക്സിക് ആയിരിക്കും, ഇല്ലെങ്കിൽ വേറെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർ ഭയങ്കര ടോക്സിക് ആണെങ്കിൽ, അപ്പോൾ ഇവർക്കിത് തുടങ്ങുമ്പോഴേ മനസ്സിലാവും, അയ്യോ ഇനി വഴക്കാവാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അതങ്ങ് ഫിക്സ് ചെയ്യാൻ ഇവർ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവർ ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റേ ആളാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഇവർ അങ്ങോട്ട് പോയിട്ട് സോറി പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ പ്രശ്നം തീർത്ത് ബന്ധം ഓക്കെ ആക്കാൻ ഇവർ നോക്കും. അപ്പോഴാണ് ഇവർക്ക് സേഫായിട്ട് അനുഭവപ്പെടുള്ളൂ. ഒരാൾ നമ്മളോട് പിണങ്ങിയിരിക്കുമ്പോൾ, അത് പാർട്ട്ണർ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമുക്ക് പരിചയമുള്ള ഒരാൾ, അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായി, എന്തെങ്കിലും കാര്യത്തിന് ആളുകൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉള്ളിൽ നല്ല ബോധ്യം ഉണ്ടായിരിക്കും തൻ്റെ തെറ്റല്ല, അത് മറ്റേ ആളുടെ തെറ്റ് തന്നെയാണെന്ന്. പക്ഷേ എന്നാൽ ഇവർ അവിടെ പോയിട്ട് ആ പ്രശ്നം അങ്ങോട്ട് സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെങ്കിലും ആ സമാധാനം നിലനിർത്താൻ
നടത്തുക എന്നുള്ളതായിരിക്കും ഇവരുടെ ലക്ഷ്യം. അപ്പോഴേ ഇവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അനുഭവപ്പെടുള്ളൂ ആ റിലേഷൻഷിപ്പിൽ. പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് ഇതിനൊരു കാരണമാണ്. എപ്പോഴും നമ്മൾ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് പെരുമാറിയാൽ മാത്രമേ നമുക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടുള്ളൂ അല്ലേ. ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയണമെങ്കിൽ നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ പെരുമാറേണ്ടി വരും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഞാനത് ചെയ്യില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ, സ്വന്തം അഭിപ്രായം, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളെ വളരെയധികം സെൽഫിഷായിട്ട്, സ്വാർത്ഥരായിട്ടൊക്കെയാണ് മറ്റുള്ളവർ കാണുക. സൊസൈറ്റി പൊതുവേ അങ്ങനെയാണ് കാണുക. അപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ പൊതുവേ എല്ലാവരും നല്ലവൻ എന്നുള്ള ഇമേജിലാണ് സൊസൈറ്റി പൊതുവേ കാണുക. അപ്പോൾ ആ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷന് വേണ്ടി, അങ്ങനെ നല്ല പേര് കേൾക്കുന്നതിന് വേണ്ടി ആളുകൾ നമ്മളെ മോശം പറയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നന്മയുള്ള ആളുകളായിട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വളരെയധികം നന്മയുള്ള ആളുകളായിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരികയാണെങ്കിൽ, നാച്ചുറലായിട്ടുള്ളൊരു കൈൻഡ്നെസ് അല്ല അതെങ്കിൽ, നമുക്കങ്ങനെ കാണിക്കേണ്ടി വരികയാണെങ്കിൽ അത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമായി മാറാറുണ്ട്. നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ആവാൻ തുടങ്ങും. അതുപോലെ ആളുകളുടെ ദുഃഖം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എത്ര പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ലേബറാണ്. നിങ്ങൾ സഹായം ചെയ്യുകയല്ല ചെയ്യുന്നത് ആളുകൾക്ക്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ, അവർ പുറത്ത് കളയേണ്ട സംഭവങ്ങളില്ലേ, ആ ഇമോഷൻസ് എല്ലാം വന്ന് ഡംപ് ചെയ്യാണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അതൊരു ഇമോഷണൽ ലേബറാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ, നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കുന്നത്, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇമോഷൻസിനെ ഡ്രെയിൻ ചെയ്തുകൊണ്ട് ആയിരിക്കരുത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ആ സ്വഭാവങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സഹായിക്കുക. ഒരുപാട് നന്മയുള്ള ആളായിട്ട് ആളുകളെ കൊണ്ട് നല്ലത് പറയിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഹാപ്പി ആയിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്.